അപ്പോൾ നമുക്കിന്ന് എളുപ്പത്തിലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി തയ്യാറാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 പൊട്ടാറ്റോ ഇവിടെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പീൽ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അത് ഫോർക്ക് വെച്ചിട്ട് തന്നെ നമ്മൾ പെട്ടെന്ന് നന്നായിട്ട് വെന്ത് വന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് മാഷ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിലോട്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ്, പിന്നെ ഞാൻ കുറച്ച് ചാട്ട് മസാല ചേർത്തിട്ടുണ്ട്, പിന്നെ പെപ്പർ പൗഡറും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൊമാറ്റോ കെച്ചപ്പ് മയണൈസ് ഉണ്ടെങ്കിൽ മയണൈസ്, ഇനിയല്ല വേറെ സാൻഡ്വിച്ച് സ്പ്രെഡ് ആണെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം നമ്മുടെ ഈ മിക്സ് അതിലോട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇത് പാനിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 സൈഡ് നന്നായി റോസ്റ്റ് ആയതിന് ശേഷം നമുക്ക് അത് കട്ട് ചെയ്തിട്ട് അവരുടെ ലഞ്ച് ബോക്സിലേക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോസിയും അതുപോലെ തന്നെ പൊട്ടാറ്റോ എല്ലാം നന്നായിട്ട് ബോയിൽ ചെയ്തതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് റെസിപ്പി തന്നെയാണ് ഇത്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലോട്ട് സവോള, ടൊമാറ്റോ അതൊക്കെ നമുക്ക് ആ മാഷ്ഡ് പൊട്ടാറ്റോയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. പക്ഷേ കുട്ടികളാകുമ്പോഴത്തേക്ക് അവർക്ക് ഈ ഉള്ളി ടൊമാറ്റോ ഒന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൊട്ടാറ്റോ മാത്രം ആഡ് ചെയ്തത്. അപ്പോൾ നമുക്കതെല്ലാം മിക്സ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് റെസിപ്പി തന്നെയാണ്.